അപ്പോൾ നമ്മളങ്ങനെ 7ാമത്തെ ടെസ്റ്റിലോട്ട് കടന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡയോഡിനെ കുറിച്ചായിരുന്നു. എന്താണ് ഡയോഡ്, അത് എവിടേക്കാണ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ ചെറിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ നമ്മൾ ഇന്നത്തെ ടെസ്റ്റിൽ നമ്മൾ നോക്കാണ്ട് പോകുന്നത് നമ്മൾ മൾട്ടിമീറ്ററാണ്. നമ്മൾ പലരും ഇതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത്, എവിടെയൊക്കെ യൂസ് ചെയ്യാന്നുള്ളത്, ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാന്നുള്ള കാര്യമൊക്കെ ഇന്നത്തെ വീഡിയോ മനസ്സിലാക്കാം. വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ മൾട്ടിമീറ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 രീതിയിലുള്ള മൾട്ടിമീറ്റർ ഇപ്പോൾ അവൈലബിൾ ആണ്. ഒന്നാണ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ, പിന്നെ മറ്റൊന്നാണ് അനലോഗ് മൾട്ടിമീറ്റർ. ഈ ഡിജിറ്റൽ മൾട്ടിമീറ്ററിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ടാവും, നമുക്കിവിടെ സ്ക്രീൻ ചെയ്ത് കാണാൻ കഴിയും. കണ്ടോ, അപ്പോൾ നമ്മൾ തിരിക്കുന്ന സമയത്ത് ഇവിടെ റീഡിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ എൻ്റെ പ്രത്യേകത കേട്ടോ. പിന്നെ അനലോഗ് മൾട്ടിമീറ്റർ എന്താ വെച്ചാൽ അതിനൊരു മൂവിങ് നീഡിലുണ്ടാവും, അതായത് ആ നീഡിലിനനുസരിച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആയിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാനൊക്കെ കഴിയുന്നുണ്ടോ. വളരെ സിമ്പിളായിട്ട് ഇവിടെ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കും എത്ര വോൾട്ടേജ് ഉണ്ട് എന്നുള്ളതൊക്കെ. അങ്ങനെ തുടങ്ങിയ ഒട്ടുമിക്ക കാര്യം ഡിജിറ്റലായിട്ട് കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മൾട്ടിമീറ്ററിന് വാങ്ങും. ഒരു ബിഗിനറെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആയിരിക്കും ഒന്നുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്യാം. നമുക്ക് ഈ ഡിജിറ്റൽ മൾട്ടിമീറ്റർ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യം ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമുക്ക് ജസ്റ്റ് ഈ മൾട്ടിമീറ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് വയർ വരുന്നുണ്ട്. ഇവിടെ പോസിറ്റീവായുള്ളതുണ്ട്, നെഗറ്റീവായുള്ളതുണ്ട്. അപ്പോൾ ഈ പോസിറ്റീവിൻ്റെ ഭാഗം നമുക്ക് ഇതേപോലെ ഇങ്ങനെ എടുക്കാനൊക്കെ ആയിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഇത്തരത്തിൽ ഉരിയാണ്ട് വരെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മുകളിലോട്ടായിട്ട് പോസിറ്റീവുകൾ കണക്ട് ചെയ്ത് വെക്കുക. അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് അറിയാമല്ലോ. അപ്പോൾ ആ രീതിയിൽ ചെയ്യുക. പിന്നെ നെഗറ്റീവ് ജസ്റ്റ് ഇതേപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ ബാറ്ററി നമ്മൾ സാധാരണ 9 വോൾട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 9 വോൾട്ടിൽ തന്നെ നമ്മൾ മൾട്ടിമീറ്ററൊക്കെ സാധാരണ വരില്ല കേട്ടോ. അപ്പോൾ അത്തരത്തിൽ 9 വോൾട്ട് ബാറ്ററി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതൊക്കെ സംഭവങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുള്ള കാര്യമൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ഈ വയർ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വയറിലായിട്ട് ഇവിടെ ഇത്തരത്തിലുള്ള സംഭവം കാണാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഈ സംഭവം ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. ഈ സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഇത് വാങ്ങിയിട്ട് 2 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ 2 വർഷത്തോളം ആയിട്ടും പ്രത്യേകിച്ച് നമുക്ക് പ്രശ്നമൊന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ വെള്ളം എന്താ വെച്ചാൽ ഇവിടെ അങ്ങനെ പൊട്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഇതായിട്ട് നമ്മൾ എടുത്തില്ല. അപ്പോൾ നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ പൊട്ടിയൊന്നും എടുക്കരുത്, കാരണം നിങ്ങൾക്ക് ഷോക്ക് അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ AC വോൾട്ടേജ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഷോക്ക് അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നല്ല തന്നെ എടുക്കാണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യാണ്ട് വിചാരിക്കുക നമ്മൾ DC വോൾട്ടേജാണ്. DC വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബാറ്ററിയിലേക്ക് വരുന്നത് നമ്മൾ 9 വോൾട്ട് ബാറ്ററി, 3.3 വോൾട്ട് ബാറ്ററി, 4 വോൾട്ടിൻ്റെ ബാറ്ററി, 12 വോൾട്ടിൻ്റെ ബാറ്ററി, അതൊക്കെ നമുക്ക് DCയിലാണ് വരിക. അപ്പോൾ അത്തരത്തിലുള്ള ബാറ്ററിയൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിൽ എത്ര വോൾട്ടേജ് ഉണ്ട് എന്നുള്ളതും എത്ര സമയം വർക്ക് ചെയ്യുന്നുള്ള കണക്ക് നോക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ബാറ്ററി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഇതിലോട്ടാണ് ഇടേണ്ടത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ബാറ്ററി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇത് നമുക്ക് 20ലോട്ട് കൊണ്ടിടണം. ഓക്കെ, അപ്പോൾ 20ലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് DC വോൾട്ടേജിലുള്ള സംഭവങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമുക്ക് ആദ്യം ഈ മൾട്ടിമീറ്റർ ഈ രീതിയിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാനും വളരെ സിമ്പിളായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമുക്ക് ആദ്യം എടുക്കാണ്ട് വിചാരിക്കുന്നത് ഒരു 3.3 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററി. ഓക്കെ, ഇതാണ് നമ്മൾ ലിഥിയം അയൺ ബാറ്ററി എന്ന് പറഞ്ഞാൽ. ഇതിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് വയർ വരുന്നുണ്ട്, നെഗറ്റീവ് വയറും വരുന്നുണ്ട്. പോസിറ്റീവാണ് ചുവപ്പ്, നെഗറ്റീവാണ് കറുപ്പ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇനിയുള്ളത് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവും ജസ്റ്റ് ഇതിലോട്ട് വെച്ച് നോക്കാം. നമുക്ക് എത്ര വോൾട്ടേജ് ഉണ്ടെന്നൊക്കെ അറിയാമല്ലോ. ഓക്കെ, പിന്നെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ നമ്മൾ തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് പോസിറ്റീവ് ഉള്ളിടത്ത് നമ്മൾ നെഗറ്റീവ് കൊടുത്തു, നെഗറ്റീവ് ഉള്ളിടത്ത് നമ്മൾ പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് റീഡിങ് കാണിക്കും കേട്ടോ. ഇപ്പം ജസ്റ്റ് ഇങ്ങനെ മിന്നി കത്തുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ എന്തായാലും അവിടെ കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് നമ്മൾ ഇതിലോട്ടായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നെഗറ്റീവ് നമ്മൾ ഇതിലോട്ടായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നതാണ് 3.97 അതിലേക്ക് വരുന്നുണ്ടോ. അപ്പോൾ 92 അതിലാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടോ 3.97 എന്നാണ് വരുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് 3 വോൾട്ടിന് മുകളിൽ, അതായത് ഒരു 4 വോൾട്ടിൻ്റെ അടുത്തൊക്കെ ഇപ്പോൾ ഇതിലോട്ട് ചാർജ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാണ്ട് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കണമെങ്കിൽ നമുക്ക് 20ലോട്ട് ഇടണം. DC വോൾട്ടേജൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 20ലോട്ട് ഇടണം. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ നോക്കിയത് എന്ന് വെച്ചാൽ പോസിറ്റീവ് നേരിട്ട് കണക്ട് ചെയ്തു, നെഗറ്റീവ് നേരിട്ട് കണക്ട് ചെയ്തു. നമുക്ക് തിരിച്ച് നോക്കാം. തിരിച്ചിന് ശേഷം നെഗറ്റീവ് നേരെ പോസിറ്റീവിലോട്ട് കൊടുത്തു നോക്കാം, പോസിറ്റീവ് നേരെ നെഗറ്റീവിലോട്ടും കൊടുത്തു നോക്കാം. അപ്പോൾ എന്താ ഉണ്ടാവണം നോക്കാം കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കണം, റീഡിങ് നോക്കണം. ഇപ്പോൾ കണ്ടോ ഇവിടെ ഒരു മൈനസ് വന്നിട്ടുണ്ട്. ഇതെന്താ സംഭവം മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് തെറ്റായ രീതിയിലാണെന്നാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണം ബാറ്ററിയുടെ നെഗറ്റീവാണ് നമ്മൾ മൾട്ടിമീറ്ററിലോട്ട് കൊടുത്തിട്ടുള്ളത്, പോസിറ്റീവാണ് നെഗറ്റീവിലോട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ മൈനസ് വന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാണ്ട് കഴിയുന്ന കേട്ടോ. നമ്മൾ മൾട്ടിമീറ്റർ യൂസ് ചെയ്തിട്ടുള്ള തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്, അല്ലാതെ നേരിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, നമുക്ക് മനസ്സിലാക്കാണ്ട് കഴിയും. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു ബാറ്ററി നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു 3.3 വോൾട്ട് ആ അത്തരത്തിലുള്ള ബാറ്ററി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് മറ്റൊരു ബാറ്ററി ചെക്ക് ചെയ്യാം. പിന്നെ ഈ ഒരു ബാറ്ററി എന്താ വെച്ചാൽ റീചാർജബിൾ ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ ചാർജ് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ
ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ബാറ്ററി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 40-50 രൂപയ്ക്ക് ഇത് വാങ്ങാണ്ട് കഴിയുന്നതാണ്. നമുക്ക് ഈ ബാറ്ററിയിലെ വോൾട്ടേജ് എത്ര ഉണ്ട് ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ മൾട്ടിമീറ്ററിൽ നിന്ന് വരുന്ന പോസിറ്റീവ് നെഗറ്റീവാണ്, ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവും കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയാണ് ബാറ്ററിയുടെ പോസിറ്റീവിലോട്ട് കൊടുത്തു, നെഗറ്റീവിലോട്ട് കൊടുത്തു. ഇപ്പോൾ കണ്ടോ നമുക്ക് ഏകദേശം 4 വോൾട്ടിൻ്റെ അടുത്ത് വരുന്നുണ്ട്. നമ്മുടെ ബാറ്ററി 4 വോൾട്ടാണ് ഉണ്ടായിരുന്നത്. ജസ്റ്റ് വേണമെങ്കിൽ കാണിച്ചിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ടോ, കണ്ടോ 4 വോൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാറ്ററി ഉണ്ടായിരുന്നത് 4 വോൾട്ടാണ്. നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് 4 വോൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഏകദേശം 4 വോൾട്ട് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ നമുക്ക് ഈ ബാറ്ററിയിൽ ഇപ്പോൾ 4 വോൾട്ടിൻ്റെ അടുത്തുണ്ട്. പിന്നെ ഈ ബാറ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റീചാർജബിളാണ്, ചാർജ് കഴിഞ്ഞാൽ വീണ്ടും യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഏത് DC വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ബാറ്ററികൾ നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയുന്ന കേട്ടോ ഈ മൾട്ടിമീറ്റർ യൂസ് ചെയ്തിട്ട്. ഇനി വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാണ്ട് കഴിയുന്ന കേട്ടോ. ഇപ്പോൾ നമ്മൾ 20ലോട്ട് ഇട്ട് നമ്മൾ DC ചെക്ക് ചെയ്യാനും വേണ്ടിയാണ്ടായിരുന്നു. നമുക്ക് AC ഒക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 750 മുതൽ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാം കേട്ടോ. അപ്പോൾ ഈ AC വോൾട്ടേജ് നമ്മൾ സാധാരണ 230 നമ്മൾ വീട്ടിലേക്ക് വരുന്ന നമ്മുടെ വീട്ടിലെ സാധാരണ ഫ്ലഗിലേക്ക് കിട്ടുന്ന വോൾട്ടേജ് ഉണ്ടല്ലോ, അതാണ് ഈ AC വോൾട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്തരത്തിലുള്ള വോൾട്ടേജ് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തൊട്ട് ചെക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്തരത്തിലുള്ള വോൾട്ടേജ് കാണാൻ കഴിയുന്നതാണ്. പിന്നെ നിങ്ങൾ AC വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊന്നും യൂസ് ചെയ്തിട്ട്, കാരണം നമ്മളിവിടെയൊക്കെ അറിയാതെ കൈ വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഇത്തരത്തിലുള്ള ഇത് മാത്രമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ ഇവിടെയൊക്കെ നിങ്ങൾ പൊട്ടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മാത്രം വാങ്ങാനായിട്ടും കഴിയുന്നതാണ്. അപ്പോൾ ആരും ഇതിങ്ങനെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെച്ചുകൊണ്ട് AC വോൾട്ടേജും DC വോൾട്ടേജിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കി. DC വോൾട്ടേജ് പറഞ്ഞാൽ ഇവിടെ നിന്ന് ചെക്ക് ചെയ്തു, 20 ഇട്ടാണ് ചെക്ക് ചെയ്തു. പിന്നെ AC വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇട്ടാണ് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനും കാണിക്കുന്നില്ല, ജസ്റ്റ് ഫ്ലഗിലോട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ AC വോൾട്ടേജ് വെച്ചുകൊണ്ട് എന്തെങ്കിലും സർക്യൂട്ടൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും AC നോക്കേണ്ടി വരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലിട്ടിട്ടാണ് ചെക്ക് ചെയ്യാണ്ട് കഴിയുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബാറ്ററി വെച്ചാണ് ചെക്ക് ചെയ്ത് നോക്കി. പിന്നെ AC വോൾട്ടേജ് എങ്ങനെയൊക്കെയാണ് ചെക്ക് ചെയ്യണമെന്ന് കാര്യമൊക്കെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ രീതിയിലൊക്കെ ചെയ്ത് നോക്കാം. നമുക്ക് AC വോൾട്ടിൽ എന്തെങ്കിലും സർക്യൂട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും AC വോൾട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലൊക്കെ ഇട്ടാണ് ചെക്ക് ചെയ്യാം കേട്ടോ. സാധാരണയായിട്ട് വീട്ടിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ 230 വോൾട്ടിൻ്റെ അടുത്ത് വരെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ ഇതിലൊക്കെ ഇട്ടാണ് ചെക്ക് ചെയ്യുക. പിന്നെ DC വോൾട്ടാണെങ്കിൽ 20 ഇട്ടാണ് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ അടുത്ത് നോക്കാണ്ട് പോകുന്നത് വെച്ചാൽ നമ്മൾ വയറൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു വയർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് സാമ്പിളായിട്ട് ഒരു ബാറ്ററി സോൾഡർ ചെയ്തിട്ടുള്ള ഒരു വയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വയർ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ വയറിൽ എവിടെയെങ്കിലൊക്കെ ആയിട്ടൊരു ഷോർട്ട് ഉണ്ട്. അതായത് ജസ്റ്റ് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഫുള്ളായിട്ട് നമുക്ക് കണക്ഷൻ കിട്ടുന്നില്ല, ഇവിടെ ഇവിടെ ആയിട്ട് മുറിഞ്ഞ് വീഴുന്നു. പക്ഷെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല, അവിടെ ഒരു കോട്ടിങ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കാണാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ഇവിടെ ഷോർട്ട് ഉണ്ട്. അപ്പോൾ ആ ഷോർട്ട് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് അവിടെ ആയിട്ട് ഒരു ബസറിൻ്റെതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടോ, ഒരു ഐക്കൺ കാണാനായിട്ട്. അപ്പോൾ ഇവിടോട്ട് നിങ്ങൾ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ഷോർട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാണ്ട് കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന് കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിക്കാണ്ട് ജസ്റ്റ് ഇതാ അവിടെ മൾട്ടിമീറ്ററിൻ്റെ ഈ ഒരു സംഭവം ജസ്റ്റ് കൂട്ടി മുട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു ശബ്ദം കേൾക്കാണ്ട് കഴിയുന്നതാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് കേൾക്കാണ്ട് കഴിയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്തരത്തിൽ ശബ്ദം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഒരു വയറിൻ്റെ ഷോർട്ടേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഷോർട്ടൊന്നും ഇല്ലാത്തൊരു വയർ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് എന്തായാലും ബാറ്ററിയിൽ നിന്ന് എടുത്തതാണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയാണ് നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ ഒരു ഭാഗം ഇവിടെ വെച്ചിട്ടുണ്ട്, മറ്റേ ഭാഗം നമ്മൾ ഈ ഭാഗത്തോട് വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ നോക്കാം. ശബ്ദം കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, ശബ്ദം കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ട്. ഓക്കെ, കണ്ടോ. അപ്പോൾ ഈ വയറിന് പ്രശ്നമല്ല, ഈ വയറിലൂടെ അടിപൊളിയായിട്ട് വൈദ്യുതി കാരണം കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമല്ല. അങ്ങനെ വയർ കാര്യങ്ങൾ കടന്നു പോകാത്തുണ്ടെന്നുണ്ടെങ്കിൽ ആ അവസ്ഥയിൽ നിങ്ങൾക്ക് ഇതിലിട്ടാണ് ചെക്ക് ചെയ്യാണ്ട് കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ അതും ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു എങ്ങനെയാണ് വയർ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇത് വെച്ചാണ് ഇങ്ങനെ ട്രാൻസിസ്റ്റർ കാര്യം ചെക്ക് ചെയ്ത് നോക്കട്ടോ. അതിന് മുന്നേ ട്രാൻസിസ്റ്ററിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള ട്രാൻസിസ്റ്ററാണ് BC 547 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്റർ കേട്ടോ. നമ്മൾ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് മുന്നേ ആയിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രാൻസിസ്റ്റർ കേട് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും കുഴപ്പമില്ലാത്ത വർക്ക് ചെയ്യുന്നുണ്ടോ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ബേസ്, എമിറ്റർ, കളക്ടർ എന്നുള്ള പിന്നും കണക്ക് ഇതിലോട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഇതിലോട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യാണ്ട് കഴിയുന്ന കേട്ടോ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കുറച്ച് ഹോളും കാണാനൊക്കെ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് B എന്നുള്ളത്, C എന്നുണ്ട്, E ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ B എന്ന് പറഞ്ഞാൽ ബേസാണ്, E എന്ന് പറഞ്ഞാൽ എമിറ്ററാണ്, C എന്ന് പറഞ്ഞാൽ കളക്ടറാണ്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ ട്രാൻസിസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബേസ് എന്താ, എമിറ്റർ എന്താ, കളക്ടർ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വെക്കേണ്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രാൻസിസ്റ്ററിൻ്റെ ഈ ബേസ്, എമിറ്റർ, കളക്ടർ, ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ എമിറ്റർ, ഇതാണ് ഇതിൻ്റെ ബേസ്, ഇതാണ് ഇതിൻ്റെ കളക്ടർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അങ്ങനെ ലെഗുകൾ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ലെഗുകൾ ഇതിലോട്ടായിട്ട് കണക്ട് ചെയ്ത് ഇറക്കി വെക്കുക. അപ്പോൾ ബേസ് ആണെന്നുണ്ടെങ്കിൽ ഈ ബേസിൻ്റെ Bയിലോട്ടായിട്ട് ഇറക്കി വെക്കുക, എമിറ്റർ ആണെന്നുണ്ടെങ്കിൽ എമിറ്ററിലോട്ട് ഇറക്കി വെക്കുക, കളക്ടർ ആണെന്നുണ്ടെങ്കിൽ കളക്ടറിലോട്ട് ഇറക്കി വെക്കുക.
എന്നിട്ട് അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഇട്ടാണ് ചെക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസിസ്റ്റർ കേട് വന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള LED ബൾബ് എന്തെങ്കിലും കേട് വന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലിട്ട് ചെക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി അടുത്താണ് റെസിസ്റ്റർ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ റെസിസ്റ്ററിൻ്റെ ഓമിൻ്റെ ഒരു ഐക്കൺ വെച്ച് നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ. നമ്മുടെ ഓം എന്നുള്ളത് ആണ് സാധാരണ ഇതിൽ റെസിസ്റ്ററിനെ കുറിച്ച് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ഓം എന്നുള്ള രീതിയിലായിരിക്കും അതിൻ്റെ ആ മൂല്യത്തൊക്കെ നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു ഐക്കൺ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. അപ്പോൾ അതിലോട്ട് ഇട്ടാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള റെസിസ്റ്റർ കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇട്ടാണ് ചെക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ മൾട്ടിമീറ്ററിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ DC വോൾട്ട് ചെക്ക് ചെയ്തു, AC വോൾട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ട്രാൻസിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാൻസിസ്റ്റർ എന്തെങ്കിലും കേട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇട്ടാണ് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നമ്മളെ വയർ എന്തെങ്കിലും ഷോർട്ടേജ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇട്ട് ചെക്ക് ചെയ്യാം. പിന്നെ റെസിസ്റ്റർ എന്തെങ്കിലും കേടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇട്ടാണ് ചെക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത്ര നമ്മൾ മൾട്ടിമീറ്ററിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചു, നമുക്ക് ഡൗട്ട് അവിടെ നിന്ന് ക്ലിയർ ചെയ്യാം. പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ള മൾട്ടിമീറ്റർ വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ സാധാരണ ഇതിലൊരു 9 വോൾട്ട് ബാറ്ററി തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ബാക്ക് ഭാഗം തുറന്നു കഴിഞ്ഞാൽ ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. തുറന്നു കഴിഞ്ഞാൽ 9 വോൾട്ട് ബാറ്ററി ഉണ്ടാവും. അത് നിങ്ങൾക്ക് ചാർജ് കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറ്റാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ എന്തായാലും ഡിജിറ്റൽ മൾട്ടിമീറ്ററിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ എന്തായാലും നിങ്ങളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത്തരത്തിലുള്ള വയറും കാണുന്ന എടുക്കരുത്. നിങ്ങൾ എന്തായാലും അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇത്തരത്തിലുള്ള വയർ എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കൈ തട്ടി കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് AC വോൾട്ടേജ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. താങ്ക് യു.